ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൺ എന്നുള്ള ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എങ്കിലേ പിന്നീടുള്ള വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ഫസ്റ്റ് ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെഡിസിൻ്റെ ടാബ്ലറ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാക്കറ്റിലെ എഴുത്തൊക്കെ നമുക്ക് വായിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. നോർമലി അത് വളരെ ചെറുതായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്. നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയുടെ സെഷൻ ഓണാക്കുക. അതിൻ്റെ ഓണാക്കിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താണോ വായിക്കാനുള്ളത് അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് സൂം ചെയ്താൽ മതി. നമുക്കത് കറക്റ്റായിട്ട് വായിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നേസൽ സ്പ്രേ ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിലെ അക്ഷരങ്ങളൊക്കെ വളരെ ചെറുതാണ്. നമുക്ക് നോർമലി കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ അക്ഷരങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കണമെന്ന്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൊബൈലിലെ ക്യാമറ ഓണാക്കി ഒന്ന് സൂം ചെയ്താൽ മതി. നമുക്ക് അത് വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ കണ്ടൻറ്റും എക്സ്പയറി ഡേറ്റും എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ഞാൻ അതിന് വേണ്ടിയിട്ട് ടേപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ചൂരയിലായിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഒട്ടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ലെയർ കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത 2 ലെയറോടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ടേപ്പ് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ടേപ്പിൽ നമ്മൾ അതിൻ്റെ മുറിക്കുന്ന ആ ഭാഗത്ത് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു അടയാളം വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള യൂസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാനും പെട്ടെന്ന് തന്നെ അത് ഇളക്കി എടുക്കാനും പറ്റുന്നതായിരിക്കും. ഇപ്പോഴേ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിൽ 2 ലെയറായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ കിട്ടണം, അതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഫ്ലോർ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോറിലെ ചെറിയ ചെറിയ പൊടികളൊക്കെ തൂത്തെടുക്കാനായിട്ടും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. അതേപോലെ സെറ്റിയുടെ അടിയിൽ, കട്ടിലിൻ്റെയൊക്കെ അടിയിലൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെയുള്ള പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടണമെന്നില്ല. സാധാരണ തൂക്കുമ്പോൾ അത് കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെയുള്ള പൊടികളെല്ലാം വലിച്ചെടുത്ത് തന്നെ കൊണ്ടുവരും. അത് ആ ടേപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ജോലികളൊക്കെ ഒതുക്കി തീർക്കാൻ പറ്റും. സാധാരണ നമ്മൾ തൂക്കുമ്പോൾ കട്ടിൻ്റെ അടിയിൽ, പിന്നെ സെറ്റിയുടെയൊക്കെ അടിയിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിലൊക്കെ തൂക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഉള്ള പൊടി നമുക്ക് ശരിക്കും തൂത്തെടുക്കണമെന്നില്ല. അല്ലെ നമ്മൾ തൂത്തെടുക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് നമ്മൾ അത് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അപ്പോൾ ഇതുകൊണ്ടൊന്ന് തൂത്തെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണാതെ കിടക്കുന്ന പൊടികളൊക്കെ ഇതേ പറ്റി പിടിച്ചിങ്ങ് വലിച്ചെടുത്തുകൊണ്ട് വരും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. അതേപോലെ നമ്മുടെ റൂമിൻ്റെ ഭിത്തി ആയിക്കോട്ടെ, റൂഫൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഫൈനായിട്ടുള്ള ചെറിയ ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചൂലയിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് ഒന്ന് തൂത്താൽ മതി. അവിടുത്തെ ഫൈനായിട്ടുള്ള പൊടികളൊക്കെ ഇതേ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുത്തെ പൊടിയും എല്ലാം വാക്വം ചെയ്ത പോലെ തന്നെ തൂത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് പോലും ഇതുപോലുള്ള രീതിയിൽ പൊടിയൊക്കെ അവർക്ക് തന്നെ എടുത്ത് മാറ്റാവുന്നതാണ്. പൊടിയൊന്നും ഇളകി വീഴത്തില്ല. ഈ പൊടിയൊക്കെ ഇതിലോട്ടായിരിക്കും പറ്റിപ്പിടിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൗണി ഫാബ്രിക് സോഫ്റ്റ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പാക്കറ്റ് തന്നെ മതി നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം വരുത്താൻ, അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും ഒക്കെ ഈ ഒരു പാക്കറ്റ് തന്നെ മതി. അപ്പോൾ ഞാനൊരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിലോട്ട് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ തണുത്ത വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് വൈറ്റ് എടുക്കണം. വൈറ്റ് ടൂത്ത് പേസ്റ്റ് കുറച്ചെടുത്തിട്ട് അതും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കലക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വിനീഗർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കിച്ചണൊക്കെ നല്ല സ്മെല്ലായിട്ടിരിക്കും. അതുപോലെ ഫ്ലോറൊക്കെ തുടയ്ക്കുന്നതിനകത്ത് ഉള്ള ലോഷനകത്ത് നമുക്കും കുറച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഡോറൊക്കെ ഇല്ലേ, കഥവ്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതിനും ഒക്കെ നല്ല ഇതാണ്. അതേപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു മോപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ മോപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ മോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാറൊക്കെ ൻ്റെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഉപയോഗിക്കാത്ത ഒരു സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോക്സ് മതി, അവിടെ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സോക്സിലോട്ട് ഞാൻ ഉണ്ടാക്കിയ ലോഷനാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ആ മോപ്പിൻ്റെ പിടിയിലോട്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലതായിട്ട് സ്റ്റക്കായി നല്ല ബലത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്, ഊരിപ്പോകത്തില്ല. ഇതേപോലെ ചെറിയൊരു മോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് നല്ലതായിരിക്കും. ഈ ഒരു മോപ്പ് മതി നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഭിത്തി ഒക്കെ ക്ലീൻ ആക്കാൻ. അവിടുത്തെ ഉള്ള ഫൈൻ പൊടി ഉണ്ടായിരിക്കും. ആ ഫൈൻ പൊടിയൊക്കെ തൂത്ത് കളയാനായിട്ട് നമുക്ക് ഈ ഒരു മോപ്പ് മതി. അതേപോലെ റൂഫൊക്കെ അവിടുത്തെ പൊടിയൊക്കെ ഫൈനായിട്ടുള്ള പൊടിയൊക്കെ തൂത്തെടുക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറന്നു പോകരുത്. അടുത്ത നാലാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് സെസ്മിനും ബ്ലാക്ക് സെസ്മിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് വായിലിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ പല്ലിൽ അടിഞ്ഞു കൂടുന്ന പ്ലേക്കൊക്കെ മാറ്റാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സെസമിൻ സീഡ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു നാച്ചുറൽ സ്ക്രബറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചവയ്ക്കുമ്പോൾ പല്ലിൽ അടിഞ്ഞു കൂടുന്ന പ്ലേക്കൊക്കെ മാറ്റാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ എടുത്ത് നമ്മൾ വായിലിട്ട് ചവച്ചാൽ വളരെ നല്ലതായിരിക്കും. അതേപോലെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ കരുതിയാൽ പെട്ടെന്ന് വായൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു നുള്ളിട്ട് വായിലിട്ട് ചവച്ചാൽ മതി. നമ്മുടെ വായൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. പല്ലിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള വൈറ്റ് കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഈ ടിപ്പെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.